ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? ഞാനാണ് മൈലാഞ്ചിപ്പൂ കേട്ടോ. ഞാനിന്ന് കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് ഇന്ന് നോമ്പ് തുറക്കാൻ എനിക്ക് ചോറും മീൻകറിയാണ് കേട്ടോ. ചോറ് തിളപ്പിച്ചു, ഞാൻ കുക്കറിലേക്ക് ഇറക്കി വെച്ചു, റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഇനി അവിടെ കിടക്കട്ടെ, വേവട്ടെ. ഇനി ഞാനിട്ട് മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. മീൻ ഉണ്ടാക്കാൻ എന്നും ഞങ്ങൾക്ക് ചോറ് കഴിക്കാറില്ല. അത്താഴത്തിന് ഞങ്ങൾ പിന്നെ ചായയും അവില്, പഴം, പിന്നെ വൈകുന്നേരത്തെ ചായൻ്റെ കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒക്കെയാണ് ഞങ്ങൾ അത്താഴത്തിന് കഴിക്കാറ്. അപ്പോൾ ഇന്ന് കുട്ടികളൊന്നുമില്ല, ചോറ് കഴിക്കാൻ കൊതിയായി. പിന്നെ നോമ്പ് തുറക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു നാടൻ ചോറും ബത്തൽ മീൻ കൊണ്ടുള്ളൊരു കറിയും ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പോകും. പിന്നെ ഫ്രൂട്ട്സ്, ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ട്. പത്തിരിയും കോഴിക്കറിയൊന്നും വേണ്ടാന്ന് വെച്ചു. ഇതൊക്കെ ഉണ്ടോ? അപ്പോൾ ഈ ഒരു നാടൻ കറി ഉണ്ടാക്കിയിട്ട് ചോറും നല്ല രസമായിരിക്കില്ലേ? എന്നും ഈ വൈകുന്നേരം ചായയും കടിയും പൊരി ജ്യൂസ് ഒക്കെ കഴിച്ചിട്ട് മടുപ്പ് തോന്നും. അപ്പോൾ അതുകൊണ്ട് ചോറ് മീൻ കറി കഴിക്കാൻ കുറേ ദിവസമായി കൊതിയാണ്. ചോറ് ഞങ്ങൾക്ക് അത്താഴത്തിന് ചോറ് കഴിച്ചാൽ ഒരു ജാതി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോറ് കഴിക്കാറില്ല. ചായ ഉണ്ടാക്കി ചായയും എന്തെങ്കിലും പഴം പിഴിഞ്ഞതോ അവിലോ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും കുട്ടികളൊക്കെ എന്തെങ്കിലും പത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും. എനിക്കും എൻ്റെ അക്കാക്കും അവിലും പഴം പിഴിഞ്ഞതും പിന്നെ ബിസ്ക്കറ്റും ഇട്ടിട്ട് ചായ കഴിക്കാറാണ് ഞങ്ങൾ പതിവ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ തോന്നി. ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുക്കാനത്ത് ഇതുണ്ടോ? ബത്തൽ മീൻ. നിങ്ങളുടെ നാട്ടിലൊക്കെ അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ബത്തൽ മീനാണ് ഞങ്ങൾ പറയാം. ഇനി ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാക്കണം. മുത്തക്ക, മുസമ്പി, മുന്തിരി എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ടൊരു ജ്യൂസ് വേണമെങ്കിൽ അടിക്കാം, വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എന്താ കറി ഉണ്ടാക്കില്ല. ആരുമില്ല ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നൊരു പൂതിയില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ചോറ് തിളപ്പിച്ചു, അതിലേക്ക് എടുത്ത് വെച്ചു. മാങ്ങയും ഓവറി കൊടുന്നതായിരുന്നു കുട്ടികൾ, അത് കേടായിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ. നിങ്ങളൊക്കെ എന്താ ഉണ്ടാക്കണമെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇവിടെ വെച്ചാൽ കാണുമോയെന്നറിയില്ല, ഒന്നും പിടിച്ചു തരാനൊന്നും ആരുമില്ല. അവിടെ കിടന്നിട്ട് കുറച്ച് മുളകും പുളിയൊക്കെ ഇട്ടിട്ടൊരു കറി അങ്ങോട്ട് വെക്കാം. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. കൂട്ടുകാരെ കണ്ടോ, വീട്ടിലാരും ഇല്ലെങ്കിൽ ഉമ്മമാരൊക്കെ തനിച്ചാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായത്തിലൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കും, അങ്ങോട്ട് കഴിക്കും. ഒന്നും ഉണ്ടാക്കണമെന്നോ എന്തെങ്കിലും വേണമെന്നൊന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. പിന്നെ വെറുതെ ആരെങ്കിലും ഒന്ന് കൂടെ കയറി വന്നാലോ എന്ന് വിചാരിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ശരി കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും.